अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഈയിടെയായി നാം കാണുന്നത് പാശ്ചാത്യ സമ്പന്ന രാജ്യങ്ങളിൽ തീവ്ര ഇടതുപക്ഷം അല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന് പറയുന്നവർ, സമുദായവാദികൾ, രാഷ്ട്രീയക്കാരുടെ പാർട്ടികളുടെ ഉന്മേഷം വർദ്ധിക്കുകയാണ്. ഇവരുടെ പ്രാധാന്യത വർദ്ധിക്കുകയാണ്. നിരീക്ഷകരും ഇക്കാര്യത്തിൽ വളരെയധികം എഴുതുന്നുണ്ട്. ഭരണകൂടങ്ങൾ, പ്രസ്തുത ഇടതുപക്ഷ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പോളിസികളിൽ കാഠിന്യമില്ലാത്ത അവരുടെ ഇമിഗ്രേഷൻ പോളിസിയുടെ കാരണമായി ഇതെല്ലാം സംഭവിക്കുന്നു. ഇതുകൂടാതെയും ചില കാരണങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളുടെയും നിർണായക ഘടകം വന്ന് മുസ്ലിങ്ങളിൽ പതിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ വരുന്നതിന് വിലക്ക് വേണം. ഇവരെ തടയേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർ നമ്മുടെ ഉള്ളിൽ ഇഴുകിച്ചേരുന്നില്ല, വേറിട്ട് നിൽക്കുന്നു. ഇവർ തങ്ങളുടെ മതത്തിൽ, ഇവരുടെ ദൃഷ്ടിയിൽ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ്, പ്രവർത്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ പറയപ്പെടുന്നു, ഇവർക്ക് ഇവരുടെ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം ഇവർ ഞങ്ങളിൽ ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ തന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ്. വിചിത്രമായ മൂഢതയുടെ വാക്കുകളാണിത്. മുസ്ലിങ്ങളുടെ മസ്ജിദുകളുടെ മിനാർ ഞങ്ങൾക്ക് ഭീഷണിയാണ്. ഇവരുടെ സ്ത്രീകളുടെ ഹിജാബ് ഞങ്ങൾക്ക് അപകടമാണ്. ഇവരുടെ സ്ത്രീകൾ പുരുഷന്മാരോട് ഹസ്തദാനം ചെയ്യാതിരിക്കൽ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്ത്രീകളോട് ഹസ്തദാനം ചെയ്യാതിരിക്കൽ ഞങ്ങൾക്ക് അപായ സൂചനയാണ്.
ഇവിടെ UK-യിൽ 1-2 രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ में तो ഇക്കാര്യത്തിൽ വളരെ ഉച്ചപ്പാടുകളുണ്ട്. इस किस्म की बातें करते हो. പിന്നെ എല്ലാ ദിവസവും രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ ഇക്കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ തെളിവ് നൽകുന്നു. നോക്കുക, बयान आ रहे हैं. മുസ്ലിങ്ങളുടെ ഞങ്ങൾക്കുള്ള ഭീഷണി फिर ये ഈ കാര്യം കൊണ്ടും തെളിയുന്നതാണ്. कि देखो മുസ്ലിം രാഷ്ട്രങ്ങളിൽ मुसलमानों का തീവ്രവാദം, खतरा होना നിയമമില്ലായ്മ ഉച്ചസ്ഥായിയിലാണ്. कि मुसलमान ममालिक में ഇവിടെ ഞങ്ങളുടെ രാജ്യത്തും शिद्दत पसंदी തീവ്രവാദികളുടെ ആക്രമണം മുസ്ലിങ്ങളിൽ നിന്നാണ് കൂടുതലും ഉണ്ടാകുന്നത്. और यहाँ हमारे मुल्क में भी മറ്റുള്ള കാര്യങ്ങൾ ഇവരുടെ के हमले ഇസ്ലാമിക വിരോധത്താലാണ്. मुसलमानों की तरफ से ही ज्यादातर എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കാര്യം ഇവരുടേത് ശരിയാണ്. इस्लाम मुखालिफ में है, മുസ്ലിം രാജ്യങ്ങളിൽ लेकिन തീവ്രവാദമുണ്ട്, ഇവിടെ ആക്രമണവും നടക്കുന്നുണ്ട്. कि मुसलमान ममालिक में ഇത് ഈ ആരോപണവും और यहाँ हमले भी हो रहे हैं. മുസ്ലിങ്ങൾ തന്നെയാണ് और ये बात जो है ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ये भी ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം രാജ്യങ്ങളിലും തീവ്രവാദവും ഭീകരവാദവും കൂടുതലായുണ്ട്, ആക്രമണവും നടക്കുന്നു. क्योंकि मुसलमानों എന്നാൽ ഇതിനെ പരിഗണിക്കാതെ बहुत ज्यादा है തീവ്രവാദ ഗ്രൂപ്പുകൾക്കും और यहाँ हमले भी हो रहे മുസ്ലിം രാഷ്ട്രങ്ങളിൽ വിമത ഗ്രൂപ്പുകൾക്കും हैं. ആയുധങ്ങൾ गिरोहों പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ममालिक में തങ്ങളുടെ ലക്ഷ്യസാധനയ്ക്ക് വേണ്ടി हथियार ഇസ്ലാമിനെതിരിലുള്ള से ही मिलते അമർഷം പ്രകടിപ്പിക്കുന്നതിന് ചില ശക്തികൾ हैं करने के लिए. വളരെ തന്ത്രപരമായി ഈ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുകയുണ്ടായി. उसके इजहार के लिए ഒരു വശത്ത് बाज ताकतों ने ഭരണകൂടങ്ങൾക്ക് तैयारी से ബാഹ്യമായും രഹസ്യമായും സഹായം ചെയ്യുന്നു. एक മറുവശത്ത് വിമതർക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും और खुफिया मदद ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. बागियों की और इसी तरह शिद्दत पसंद गिरोहों की ഈ സഹായം ഇല്ലെങ്കിൽ इसी तरीके से ഒരു ഗ്രൂപ്പും जाती है. ഒരു ഭരണകൂടവും ഇത്രയും നീണ്ടകാലം പോരാട്ടം നടത്തുകയില്ല. गिरोह या हुकूमत इतना लंबा अरसा നിർഭാഗ്യകരം ഇതാണ്, नहीं लड़ सकते. മുസ്ലിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം बदकिस्मती ये है മുസ്ലിങ്ങളുടെ कि സ്വയം പ്രവർത്തികൾ, मुसलमानों को जब भी ഗൂഢാലോചനകൾ, चाहे ശത്രുതകൾ, मुसलमान മറ്റുള്ളവരുടെ അവകാശധ്വംസനം, और साथ സ്വന്തം താൽപര്യങ്ങൾക്ക് और बगावतों ദേശ സാമുദായിക താൽപര്യങ്ങളെക്കാൾ മുന്തിക്കൽ अदा करने മുതലായവ കൊണ്ട് സംഭവിച്ചതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളെ तरजीह देने മറന്നതുകൊണ്ട്, തന്റെ ലക്ഷ്യത്തെ അവഗണിച്ചതുകൊണ്ട് നഷ്ടം സംഭവിച്ചു. इस्लाम की तालीम को भूलने തങ്ങളുടെ ആത്മീയ അവസ്ഥയെ നന്നാക്കുന്നതിന് പകരം नजर അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും या इसके ആജ്ഞകളെയും रूहानी हालत को बेहतर करते പിന്തുടരുകയും ചെയ്യുന്നതിന് പകരം പ്രാപഞ്ചിക അത്യാഗ്രഹം, ഭൗതിക വ്യാമോഹം, के हुक्मों की पैरवी ലക്ഷ്യങ്ങൾ, ഭരണകർത്താക്കളുടെയും മറ്റ് രാഷ്ട്രീയക്കാരുടെയും പണ്ഡിതന്മാരുടെയും മുൻഗണനയായി. और मकासद हुक्मरानों के भी പണ്ഡിതന്മാർ के भी സമുദായത്തെ और उलमा കൂടുതൽ तरजीह बन गए. അന്ധകാരത്തിന്റെ ആഴത്തിൽ തള്ളുന്നതിന് उलमा ने തങ്ങളുടെ സുപ്രധാന പങ്ക് മതത്തിന്റെ മറവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. गहराइयों में धकेलने में ഇതിനു പകരമായി किरदार मजहब കാലത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ മുന്നിൽ വച്ചുകൊണ്ട് के जमाने ഈ സാഹചര്യങ്ങളുടെ ആവശ്യകതയിൽ ചിന്തിക്കുകയാണെങ്കിൽ ताला के നാം ഈ അവസ്ഥയിൽ इन हालात का जो तकादा था ആ വ്യക്തിയെ അന്വേഷിക്കുക. और ये देखते ആരെക്കുറിച്ചാണോ कि हम അള്ളാഹു മുൻപേ പറഞ്ഞിരുന്നത്, ഈ അവസ്ഥയിൽ उस शख्स की तलाश करें അദ്ദേഹം വിശ്വാസത്തെ കാർത്തിക നക്ഷത്രത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. कि ऐसे हालात ഇസ്ലാമിന്റെ സത്തയെ, वो ईमान को മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ से वापस लाएगा. വീണ്ടും നിലനിർത്തുന്നതാണ്. और इस्लाम കേവലം ഇക്കാര്യത്തിൽ നിന്ന് മാത്രമല്ല, और मुसलमानों इवर के ईमान को
അശ്രദ്ധരായത് ഇവർ ना सिर्फ इस बात से അള്ളാഹു അയച്ചവരുടെ എതിർപ്പിൽ എത്രമാത്രം മുൻകടന്നെന്നാൽ പ്രപഞ്ചത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും भेजे हुए कि അമുസ്ലിം രാജ്യങ്ങളിലും പോയിക്കൊണ്ട് इस कदर बढ़ ഇതിനെതിരായി कि दुनिया के हर मुसलमान मुल्क में बल्कि गैर मुसलमानों में भी जा जाकर പകയും मुस्लिम मालिक വിദ്വേഷവും ശത്രുതയും അതിരുകളില്ലാത്ത വിധം മൂർധന്യാവസ്ഥയിലെത്തിച്ചു. बुग़्ज़-ओ-नाद और दुश्मनी की ऐसी इंतहा की എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് ഇദ്ദേഹത്തെ അയച്ചതായിരുന്നു അവരുടെ അനുയായികളെയും अल्लाह ताला അക്രമത്തിനും वादे के मुताबिक इसको भेजा അരാജകത്വത്തിനും പാത്രമാക്കി. वालों को भी പാകിസ്ഥാനിലാണെങ്കിൽ നിയമത്തിന്റെ തണലിൽ ഈ അക്രമത്തിന്റെയും അന്യായത്തിന്റെയും വീഥി എരിയുകയാണ്. कानून की आड़ में അവിടെ ധാരാളം വർഷങ്ങളായി അരാജകത്വം गर्म है. നടമാടുകയാണ്. വേറെയും ചില മുസ്ലിം രാജ്യങ്ങളിൽ दिहाइयों से മുല്ലാക്കളുടെ ഭയത്താൽ അല്ലെങ്കിൽ അക്രമികളായ ഓഫീസർമാരുടെ ഭയത്താൽ और इस्लाम ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു, के खौफ और അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, जालिम अफसरों की ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. मुश्किलात ചില സ്ഥലങ്ങളിൽ അവസ്ഥകൾ നന്നായിട്ടുമുണ്ട്. रहे और हो रहे हैं. എത്ര കാലമുണ്ടാകുമെന്ന് അറിയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അഹമ്മദി സുരക്ഷിതരായിരിക്കട്ടെ. എന്നാൽ ഈയിടെയായി അൾജീരിയയിൽ अल्लाह ताला ഈ അതിക്രമം വർദ്ധിക്കുകയാണ്. और अहमदी महफूज रहे. പോലീസ് लेकिन आजकल അഹമ്മദികളെ പീഡിപ്പിക്കുന്നു. जज़ायर में കോടതികൾ जुल्म बढ़ रहा है. തങ്ങളുടെ ഇഷ്ടാനുസരണം വിധി പറഞ്ഞുകൊണ്ട് जिनको हर അഹമ്മദികളെ ജയിലിലടക്കുന്നു. ചിലർക്ക് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ശിക്ഷ ലഭിച്ചിരിക്കുന്നു. जेलों में കേവലം അവർ को വന്നുവെന്ന് പറഞ്ഞ ഇമാമിനെ അംഗീകരിച്ചുവെന്ന ഒറ്റ കാരണത്താൽ, सिर्फ इस അതും സ്വീകരിക്കാൻ കാരണം कि उन्होंने ये कहा ഞങ്ങൾക്ക് അള്ളാഹുവിന്റെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ നിർദ്ദേശമാണുള്ളത്. कि हमें ഈ ജയിലിലുള്ളവർ, और उसके रसूल ശിക്ഷിക്കപ്പെട്ടവർ वसल्लम का यही इशारा അല്ലെങ്കിൽ ശിക്ഷക്കായി കാത്തിരിക്കുന്നവർ, പോലീസ് കസ്റ്റഡിയിലുള്ളവർ, തടങ്കിലാക്കപ്പെട്ടവർ या सजा का इंतजार कर रहे हैं. എന്നിവരുടെ എണ്ണം पुलिस को 200-ന് മുകളിലാണ്. या जिनको हरासा किया गया എല്ലാവരും ഇത്ര കഠിനമായ അവസ്ഥയിലായിരുന്നിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി, और सब ഞങ്ങളിൽ എത്ര കാഠിന്യം പ്രവർത്തിച്ചാലും बावजूद ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അണുകിട പിന്നോട്ട് മാറുന്നതല്ല कि जो भी सख्ती हम पर कर എന്നാണ്. हम അതുകൊണ്ട് അഹമ്മദി വിളംബരം ചെയ്യുകയാണ്, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും എല്ലാ കാര്യത്തിലും कि मैंने अल्लाह ताला മുന്തിക്കുന്നതാണ്, सल्लल्लाहु अलैहि वसल्लम की എല്ലാ വസ്തുക്കളിലും മുൻഗണന നൽകുന്നതാണ്. ഇതിനായി എത്ര വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിനും തയ്യാറാണ്. चीज पर तरजीह देनी है. അതുകൊണ്ട് അവരെ बड़ी से बड़ी വിശ്വാസത്തിൽ നിന്നും ആർക്കും കുലുക്കുവാൻ കഴിയില്ല. तो फिर എന്നാൽ ഈ അക്രമം പ്രവർത്തിക്കുന്നവർ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും പേരിൽ അക്രമം ചെയ്യുന്നവർ, ഓർമ്മിക്കുക, नाम के नाम पर അള്ളാഹു और अल्लाह ताला പീഡിതരെ കാണുന്നുണ്ട്. के नाम पर ആക്രമിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനകൾ അർശിൽ എത്തുന്നുണ്ട്. कि अल्लाह ताला അവന്റെ കോടതിയിൽ और मजलूम വിധി പറഞ്ഞാൽ ഈ അക്രമികളുടെ ദുനിയാവും ഉണ്ടാവുകയില്ല, ആഖിറത്തും ഉണ്ടാവുകയില്ല. ने जो फैसला किया ആയതുകൊണ്ട് ഇവർ അള്ളാഹുവിന്റെ വിധിയെയും ഭയക്കേണ്ടതുണ്ട്. रहेगी ना आखिरत. അഹമ്മദികളുടെ മേൽ അക്രമം അഴിച്ചുവിടാതെ इनको अल्लाह ताला की തങ്ങളുടെ അവസ്ഥയെ നോക്കേണ്ടതുണ്ട്. और बजाय ഇസ്ലാമിന്റെ സുന്ദരാധ്യാപനങ്ങൾക്ക് के ദുഷ്പേരുണ്ടാക്കുന്ന को देखे ഇവരുടെ ചെയ്തികൾ നോക്കുക. कि हुजूर तालीम को की ഈ ലക്ഷ്യം हुजूर तालीम की बदनामी का അള്ളാഹു ഇവരുടെ ജീവിതോദ്ദേശമാക്കിയിരുന്നുവോ? ये लोग ये देखें. ഈ പണ്ഡിതന്മാർ मकसद ഇസ്ലാമിന്റെ വേദന ഉൾക്കൊള്ളുന്നവർ ആയിരുന്നെങ്കിൽ बताया ഇവരുടെ ഫിത്നകളുടെയും ഫത്വകളുടെയും പുറകിൽ कि अगर ഭരണകർത്താക്കളും उलमा മറ്റു കോടതികളെ കാസിമാരും ജഡ്ജിമാരും നടക്കുമ്പോൾ हुक्मरानों പിന്നെ ഇസ്ലാമിന്റെ ഈ അവസ്ഥയിൽ दूसरे എല്ലായിടത്തു നിന്നും काजी ഇസ്ലാമിന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. इस्लाम की എല്ലാ പണ്ഡിതന്മാരും ഒന്നായി ആലോചിക്കേണ്ടതായിരുന്നു. इस्लाम അള്ളാഹുവിന്റെ വാഗ്ദാനം പ്രപഞ്ചം മുഴുവൻ उलमा ഇസ്ലാം വ്യാപിക്കുന്നതിനെ കുറിച്ചാണ്.
कि अल्लाह ताला के എന്നാൽ ഇവിടെ മറിച്ച് तो इस्लाम के ഇവരുടെ പ്രവർത്തികൾ കാരണം ഇസ്ലാം നിന്ദിക്കപ്പെടുകയാണ്. ഇതെന്തുകൊണ്ടാണ്? लेकिन यहाँ तो തീവ്രവാദികളെ കൊണ്ടും इस्लाम बदनाम हो रहा है. ഭീകരവാദം കൊണ്ടും വിജയം ലഭിക്കുമോ? क्या കൊള്ളയും കൊലയും നടത്തി ഇസ്ലാം വ്യാപിപ്പിക്കുമെന്നാണോ അള്ളാഹു പറഞ്ഞത്? गलबा होगा? क्या अल्लाह ताला ने ये फरमाया ഇസ്ലാമിന്റെ പക്കൽ ഇസ്ലാം വ്യാപിപ്പിക്കുന്നതിനുള്ള തെളിവുകളും അടയാളങ്ങളുമില്ലേ? क्या इस्लाम വാളുകൊണ്ട് ब्राहीन और दलाइल नहीं है? ഇതര സമുദായങ്ങളിലെ എതിർ സമുദായങ്ങളിലെ तलवार और मुखालिफ फिरके നിഷ്കളങ്കരായ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊന്നൊടുക്കിക്കൊണ്ട് मज़हब ഇസ്ലാമിനെ വിജയിപ്പിക്കുവാൻ കഴിയുമോ? बच्चों और औरतों बूढ़ों को तलवार से मुखालिफ फिरकों ഇസ്ലാമിന് സേവ ചെയ്യാൻ കഴിയുമോ? और दूसरे मज़हब के लोगों और ഇതാണ് ഭൂരിഭാഗം को कत्ल करके പണ്ഡിതന്മാരുടെയും ആലോചന എന്നാണ് इस्लाम की खिदमत हो. കിരാതകരമായ ഈ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാകുന്നത്. और ഇതാണ് ഇവരുടെ ആലോചനയെങ്കിൽ शिद्दताना ഇവരാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിരാകരിച്ചവർ. ये लोग हैं जो अल्लाह ताला ഇവർക്ക് വിജയം ലഭിക്കുന്നതേയല്ല. सल्लल्लाहु अलैहि वसल्लम के हुक्म के ഇങ്ങനെയുള്ള പ്രവർത്തികൾ അള്ളാഹുവിന്റെ പിടിത്തത്തിന് कामयाबी तो मिलनी नहीं. തീർച്ചയായും കാരണമാകുന്നതാണ്. അഹമ്മദികളുടെ മേൽ ആക്രമണം ചെയ്ത് अल्लाह ताला की ഇസ്ലാമിന്റെ പേരിൽ पकड़ के जरूर मौलूद बना. തെറ്റായ പ്രവർത്തികൾ ചെയ്ത് തങ്ങളുടെ ഭരണത്തിന്റെ ശക്തിയുടെ ബലത്തിൽ गलत ഇതിനെ ഇവർ വിജയമെന്ന് മനസ്സിലാക്കുന്നു. अपनी हुकूमत और ताकत के ഇവർ ഓർത്തിരിക്കേണ്ടത് ഒരു ദിവസം जिसे ये अपनी അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാവേണ്ടതാണ്. അവിടെ इन्हें याद रखना चाहिए. ഈ അക്രമങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. अल्लाह ताला के हजूर भी हाजिर होना. മുസ്ലിങ്ങളുടെ അവസ്ഥയും ഇപ്പോൾ വിചിത്രമാണ്. जवाब भी देना होगा. ഒരു വശത്ത് പേരുകേട്ട മൗലവിമാരുടെ വർഗം, इस वक्त अजीब അല്ലെങ്കിൽ ഉഗ്രവാദികളുടെ വർഗം. एक तरफ तो नाम नेहाद मौलवियों का तबका है, ഇവർ ഞാൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും लोगों का तबका തങ്ങളിലും ഇതരരിലും ഇസ്ലാമിന്റെ പേരിൽ അരാജകത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. इस्लाम के नाम पर മറുവശത്ത് अपनों और गैर ഇവരുടെ से फसाद പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ പാശ്ചാത്യ और दूसरी तरफ പ്രാപഞ്ചിക പ്രഭാവത്തിൽ जो മതത്തിനോട് के रद्द-ए-अमल के तौर पर ബന്ധമില്ലാത്തവർ, मगरबी और दुनियादारी के മതവുമായി ബന്ധമില്ലാത്തതുകൊണ്ടോ मदद അല്ലെങ്കിൽ ചില ഭയങ്ങൾ കൊണ്ടോ बजाय एतमाद से വിശ്വാസം കയ്യിലെടുത്ത് बयान करने ഇസ്ലാമിന്റെ നല്ല വശങ്ങൾ വിവരിക്കാതെ हैं बाज़ चीज़ों ഭൗതികവാദികളുടെ इस्लामी तालीम की खूबियों को बयान വാക്കുകളെ ഖണ്ഡിക്കാതെ അവരോടൊപ്പം നിൽക്കുന്നു. दुनियादारों की ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ വിവരണം നടത്തുന്നു. मिला देते हैं ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അങ്ങനെയാണ്. और इस्लामी तालीम की गलत അള്ളാഹുവിന്റെ ഭയത്തേക്കാൾ वजाहतें पेश करते हैं. പ്രാപഞ്ചിക ഭയം ഇവർക്ക് കൂടുതലാണ്. ഇതുപോലെ ചില രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളുമുണ്ട്. अल्लाह ताला के खौफ पर അവർ മൗലവിമാരോട് യോജിക്കുന്നില്ലെങ്കിലും തന്റെ കസേര സംരക്ഷിക്കുന്നതിന്, हुक्मरान हैं അതായത് മൗലവി ജനങ്ങളെ ഞങ്ങൾക്കെതിരെ ഇളക്കാതിരിക്കാൻ भी हों ദീനുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ല. के खौफ से कि कहीं मौलवी लोगों को हमारे खिलाफ में भड़का दे. ഭീരുത്വവും दीन से ഭൗതിക ലക്ഷ്യങ്ങളും അവരിൽ പ്രഭാവം ചെലുത്തുന്നതിനാൽ कुछ वास्ता नहीं है ഇവർ നിശബ്ദരാണ്. और अपनी दुनियावी अगराज എന്നാൽ की वजह से മുസ്ലിങ്ങളിൽ നിന്നും എല്ലാ ഓരോ വർഗവും ആരാണോ प्रमोशन അള്ളാഹു അയച്ചവരെ നിഷേധിച്ചത് मुसलमानों में से അവർ അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ആജ്ഞകളിൽ നിന്നും ദൂരത്തായി കഴിഞ്ഞു. वो अल्लाह ताला और उसके അവർ മതത്തിന്റെ പേരിൽ वसल्लम के हुक्मों से दूर चला गया है. തന്റെ കച്ചവടം നടത്തുന്ന മൗലവി ആയിക്കോട്ടെ, चाहे
ആക്ഷേപങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മേലിൽ ഉന്നയിക്കുന്നു. നഊദുബില്ലാ, താങ്കൾ മസീഹ് മഹദി വാദം പുറപ്പെടുവിച്ചുകൊണ്ട് ദീനി കച്ചവടം നടത്തുകയാണ്. എന്നാൽ വാസ്തവത്തിൽ ഇവർ मसीह और मेहदी होने का എളുപ്പസമ്പാദനത്തിനും दुकानदारी बनाई हुई വ്യാപാരം വികസിപ്പിക്കുന്നതിനുമുള്ള ഉപാധി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിർപ്പിനെയാണ് ആക്കിയിരിക്കുന്നത്. और दुकान चमकाने का जरिया ഇവരുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. ഇത് കാരണമായി മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തെറിവിളിക്കുന്നു. दलील इनके पास है कोई नहीं। എന്തായാലും മതത്തിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന വർഗമാണിത്. ये गालियां അല്ലെങ്കിൽ പ്രാപഞ്ചിക ആവശ്യങ്ങൾക്കായി മതത്തിന് രണ്ടാം സ്ഥാനം നൽകുന്നവരാണ്. करने वाला तबका है या दुनियादारी की खातिर मजहब को सानवी हैसियत दे ഇവരെല്ലാവരും പേരിന് മുസ്ലിങ്ങളാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അഹമ്മദികൾക്ക് ആലോചിക്കേണ്ടതാണ്, इनका कोई भी वास्ता नहीं। അവർ കാലത്തിന്റെ ഇമാമിനെ അനുസരിച്ചിരിക്കുന്നു. अहमदियों को सोचना चाहिए അവരിൽ വളരെ വലിയ ഉത്തരവാദിത്വമാണുള്ളത്. जमाने के इमाम को मानना है, എതിരാളികൾ അവരിൽ അക്രമം പ്രവർത്തിക്കുന്നതാണ്. बड़ी जिम्मेदारी आयद होती है। ഇതുപോലെ മതത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നവർ, मुखालफीन ने അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അവരും നമ്മെ सबसे എതിർക്കുന്നവരാണ്. लोग हैं और खुदा ताला का इनकार करने वाले സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ उन्होंने भी പറയുന്ന തെറ്റായ കാര്യങ്ങളെ, हमारी मुखालफत ഉണ്ടാക്കുന്ന നിയമങ്ങളെ എതിർത്ത് നാം സംസാരിക്കുന്നതാണ്. जब हम അപ്പോൾ അവരും उनकी बातों को जो നമ്മുടെ എതിരാളികളാകുന്നതാണ്. गलत बातें और करते हैं या कवानीन അതുകൊണ്ട് उनके खिलाफ ഈ സാഹചര്യത്തിൽ നാം ഭയന്ന് നിശബ്ദരാകണോ, खिलाफ होना है। അല്ലെങ്കിൽ बस വിശ്വാസ ബലഹീനത കാണിച്ചുകൊണ്ട് हम खौफजदा ഇവരുടെ വാക്കുകൾക്ക് തലയാട്ടണോ? നാമും ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ईमानी कमजोरी പിന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴിയത്തിൽ വന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? तो फिर നമുക്ക് अलैहिस्सलाम की താങ്കൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം നടക്കേണ്ടതാണ്, हमें तो അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതാണ്. താങ്കൾ തങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത്, और उसके അരാജകത്വം ഉണ്ടാക്കാനിടയാക്കരുത്. കൂടെ തന്നെ को भी जाया नहीं करना, ഈ വസ്തുതകളും മുന്നിൽ വെക്കേണ്ടതാണ്. को भी അള്ളാഹുവിന്റെ സന്ദേശത്തെ പ്രപഞ്ചം മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതാണ്. ये भी चीज തന്മൂലം തൗഹീദ് സ്ഥാപിക്കപ്പെടണം. नाम को ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾ പ്രപഞ്ചത്തിൽ പ്രചരിക്കണം. ताकि तौहीद का क़याम हो और इस्लाम की അങ്ങനെ പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം ഈ അധ്യാപനങ്ങളെ അംഗീകരിക്കുന്നവരാകണം. दुनिया में फैलाया താങ്കൾ പറയുകയുണ്ടായി, ഇതിനു വേണ്ടി അള്ളാഹു इनकी कायल हो। വിശുദ്ധ ഖുർആനിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. फरमाया അതനുസരിച്ച് പ്രവർത്തിക്കുക. അത് ഇതാണ്, ഉദ്ഉ जो हमारी रहनुमाई फरमाई ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മുഇളതി और वो ये है कि വൽ മുഇളത്തിൽ ഹസനതി सबील रब വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. मुआइज़तिल वल मुआइज़ അതായത് തന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി है आस നല്ല ഉപദേശത്തോടുകൂടി വിളിക്കുക, അവരോട് നല്ല തെളിവുകളോടുകൂടി സംസാരിക്കുക. की तरफ हिकमत के അതുകൊണ്ട് തബ്ലീഗിനായി साथ बुला ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനം വ്യാപിപ്പിക്കുന്നതിന്, जो बेहतरीन हो। ഇസ്ലാമിക ആജ്ഞകളുടെ തത്വം വിവരിക്കുന്നതിന് की खूबसूरत तालीम फैलाने के लिए തെളിവുകളോടുകൂടിയുള്ള സംസാരത്തിന്റെ ആവശ്യമുണ്ട്. इस्लामी अहकामात की हिकमत ഇക്കാലത്തെ പ്രസിദ്ധ പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെയല്ല. दलील के साथ बात की ज़रूरत है, ना कि उस तरह जिस तरह ये आजकल के വാളെടുത്ത് ഇസ്ലാം വ്യാപിപ്പിക്കുന്നതിന് അള്ളാഹു ഒരിക്കലും ആജ്ഞാപിച്ചിട്ടില്ല. മതം അനുമതി നൽകാത്ത ചില കാര്യങ്ങൾ इस्लाम फैलाने പ്രാപഞ്ചിക രാഷ്ട്രങ്ങളും ഭരണകൂടങ്ങളും फिर दुनियादार ममालिक हैं जो ശീലമാക്കിയിട്ടുണ്ട്. और जो हुकूमत ചില കാര്യങ്ങൾക്ക് നിയമ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. बातें जो राइज हो गई हैं या മതത്തിന്റെ കാഴ്ചപ്പാടിൽ ऐसी बातों को അവ
ധാർമ്മികതയ്ക്ക് तहफ़्फ़ुज़ देता है, യോജിക്കാത്തവയാണ്, മാത്രമല്ല नहीं देता। പാപവുമാണ്. और मज़हब അവയുടെ കാര്യത്തിൽ सिर्फ സംസാരിക്കുമ്പോൾ से गिरी हुई बातें हैं बल्कि गुनाह भी हैं। മറുപക്ഷം കോപിക്കുകയാണെങ്കിൽ बात താത്കാലികമായി വിഷയം മാറ്റാവുന്നതാണ്, അവിടെ നിന്ന് സലാം പറഞ്ഞ് എണീക്കാവുന്നതാണ്. അതാണ് അവിടെ ഹിക്മത്തിന്റെ താല്പര്യം. बात को टाला जा എന്നാൽ നിയമം ആഴിക്കഴിഞ്ഞതുകൊണ്ടോ മറുപക്ഷം കോപിക്കുന്ന കാരണത്താലോ हिकमत का तकाज़ा നാം അവരുടെ വാദങ്ങളെ അംഗീകരിച്ച് തലയാട്ടാൻ പാടില്ലാത്തതാണ്. के कानून बन ഭയന്ന് या दूसरा അല്ലെങ്കിൽ പ്രാപഞ്ചിക വലയത്തിൽപ്പെട്ട് लाने लग जाए, യോജിച്ചു പോകുകയാണെങ്കിൽ पूरा होकर അത് തെറ്റാണ്, या दुनियादारी से പിന്നെ मुतासिर होकर ആ പാപത്തിൽ പങ്കാളിയാകുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയത് और ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ ന്റെ ഉദ്ദേശ്യം मसीह मौഊद अलैहिस्सलाम फरमाते നാം വളരെയധികം വിനയാന്യതനായി യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത സംഭവത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതല്ല. कि हम इस അതുകൊണ്ട് ഹിക്മത്തിന്റെ അർത്ഥം मदाह ना करके ഭീരുത്വം കാണിക്കുക എന്നതല്ല, कर लें, മറിച്ച് बस യഥാർത്ഥം കുഴപ്പങ്ങളില്ലാതെ പറയുന്നതാണ് ഹിക്മത്ത്. बल्कि हक बात को ഫസാദ് ഉടലെടുക്കാത്ത രീതിയിൽ പറയുക. കാര്യം പറയുന്നതിന്റെ അവകാശവും പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, हक है बात करने का वो भी अदा। ഭീരുത്വത്തിലും ഹിക്മത്തിലും എന്താണ് വ്യത്യാസം. मोमिन को ഇസ്ലാമിന്റെ വ്യക്തമായ ആജ്ഞയായ ഇസ്ലാം बुज़दिली और हिकमत में ഏതൊന്നാണോ തെറ്റെന്ന് പറയുന്നത് नाम के वाज़ेह हुक्म है, और जिन അത് നാം ചെയ്യരുത്, തെറ്റെന്ന് തന്നെ പറയേണ്ടതാണ്. गलत कहता है അതോടൊപ്പം ഇതുമുണ്ട്, उसको हमने നിയമം കയ്യിലെടുത്ത് വഴക്കിടരുത്. വീണ്ടും ഒരിടത്ത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, हाथ में लेकर लड़ाई भी नहीं करनी। നീ ആരോടെങ്കിലും ചർച്ച നടത്തുമ്പോൾ ഹിക്മത്തോടും നല്ല ഉപദേശങ്ങളോടും കൂടി ചർച്ച നടത്തുക. फरमाते हैं മൃദുലവും സഭ്യതയോടും കൂടിയായിരിക്കണം. तो हिकमत ഇതുമൊരു സത്യമാണ്. ഇക്കാലത്തെ ധാരാളം വിവരദോഷികളായ പണ്ഡിതന്മാർ തങ്ങളുടെ വിഡ്ഢിത്തത്തിൽ ये सच ധരിച്ചിരിക്കുന്നത് ജിഹാദും വാളും കൊണ്ടും ദീൻ പ്രചരിപ്പിക്കുന്നത് വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. कि जिहाद और तलवार से അവർ എല്ലാ അവസ്ഥയിലും കാപഢ്യത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നു. എന്നാൽ सवाब की बात है। ഇങ്ങനെയുള്ള ചിന്തകളിൽ അവർ पर्दा और निफाक കഠിന തെറ്റിലാണ്. लेकिन അവരുടെ തെറ്റിദ്ധാരണകളിൽ वो ऐसे ख्याल ദൈവിക ഗ്രന്ഥത്തിൽ ആരോപണം പാടില്ല. गलती पर हैं, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അവരുടെ തെറ്റാണ്. पर അതിനർത്ഥം അള്ളാഹുവിന്റെ കിതാബിൽ ആക്ഷേപം ഉന്നയിക്കലല്ല. ऐसी बातें करते हैं അർലുന്നു तो उनकी गलती യഥാർത്ഥത്തിൽ സത്യസാക്ഷ്യവും യഥാർത്ഥ സത്യവും ഒരു നിർബന്ധത്തിന്റെയും ആവശ്യകതയില്ലാത്തതാണ്. कि वाकई നിർബന്ധം ആത്മീയ തെളിവുകൾ ബലഹീനമാവുന്നതിന് തെളിവാണ്. किसी जबर की मोहताज नहीं होती। അള്ളാഹു തന്റെ പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് ठहरता है कि रूहानी दलाइल कमजोर हैं, ഫസ്ബിർ കമാ സബർ ഉലുൽ അൽം जिसने अपने पाक रसूल എന്ന് വഹീറക്കിയില്ലേ. അതായത് എല്ലാ ഉലുൽ അൽം റസൂലുകളുടെയും ക്ഷമയുടെ തുല്യമായി നീ ക്ഷമ കാണിക്കുക. അതായത് എല്ലാ പ്രവാചകന്മാരുടെയും ക്ഷമ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അത് നിന്റെ ക്ഷമയേക്കാൾ കൂടരുത്. പിന്നെ അരുളുകയുണ്ടായി, से ज्यादा ना हो। ലാ ഇക്രാഹ ഫിദ്ദീൻ, അതായത് ദീനിൽ നിർബന്ധം പാടില്ല. പിന്നെ അരുളുകയുണ്ടായി, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന, അതായത് ഹിക്മത്തും നല്ല ഉപദേശവും കൊണ്ട് ചർച്ച നടത്തുക, കഠിനമായി കൊണ്ടല്ല. പിന്നെ അരുളുകയുണ്ടായി, വൽ ഖാലിമീന മിനൽ ഗൈസ വൽ ആഫീന അനിന്നാസ്, അതായത് കോപത്തെ അടക്കുന്നവനാണ് വിശ്വാസി. അക്രമികളുടെയും വഴക്കാളികളുടെയും ആക്രമണങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നു. വൃത്തികെട്ട പ്രവർത്തികൾക്ക് വൃത്തികേടുകൊണ്ട് മറുപടി നൽകുന്നില്ല. പറയുന്നു, ഇങ്ങനെയുള്ള ദൈവം നിങ്ങളുടെ ദീനിന്റെ നിഷേധികളെ വധിക്കുന്നതിനുള്ള അധ്യാപനം നൽകുമോ? फरमाया कि क्या അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനുള്ള അനുവാദം നൽകുമോ? അവരുടെ ഭവനങ്ങളെ ശൂന്യമാക്കാൻ പറയുമോ? എന്നാൽ ഇസ്ലാമിന്റെ ആരംഭ പ്രവർത്തി ദൈവിക ആജ്ഞപ്രകാരമായിരുന്നത് കേവലം ഇതായിരുന്നു: അന്യായമായി ആരാണോ വാളെടുത്തത് അവർ വാളാൽ വധിക്കപ്പെട്ടു. ഏതുപോലെ പ്രവർത്തിച്ചുവോ അതുപോലെ പര്യവസാനം സംഭവിച്ചു.
അരുളുന്നു, उठाई, वो വാളുകൊണ്ട് നിഷേധികളെ കൊന്നൊടുക്കുവാൻ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? अपनी ഇത് വിവരമില്ലാത്ത മൗലവിമാരുടെയും മൂഢന്മാരായ പാതിരിമാരുടെയും ചിന്തയാണ്. साथ मुनकरों को ഇതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. ഒന്നുകിൽ ഇസ്ലാമിന്റെ വക്താക്കളെന്ന് അവകാശപ്പെട്ട് വിലസുന്ന മൗലവിമാർ, कुछ भी അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരാളികൾ ഇത് പറയുന്നു. जो मौलवी ഇസ്ലാം के നിഷേധികളെ വധിക്കുവാൻ കൽപ്പിക്കുന്നുവെന്ന് नाम निहाद എവിടെയും എഴുതിയിട്ടില്ല. या इस्लाम के मुखालिफ ഇതാണ് ഇസ്ലാമിക അധ്യാപനം. के इस्लाम का ഇത് മറ്റു മുസ്ലിങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിൽ जिस पर दूसरे मुसलमान तो താല്പര്യമില്ല, अमल नहीं करते। അല്ലെങ്കിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ इस्लाम का पैगाम पहुंचाने से दिलचस्पी വിവരദോഷികളും മൂഢരുമായ या इसलिए മൗലവിമാരാണ്. जैसा कि हज़रत मसीह मौऊद अलैहिस्सलाम ने फरमाया, എന്നാൽ നാം മുസ്ലിങ്ങളിലും नादान और जाहिल അമുസ്ലിങ്ങളിലും लेकिन ഈ അധ്യാപനങ്ങൾ പരത്തേണ്ടതാണ്. मुसलमानों में भी തങ്ങളുടെ പ്രദേശത്ത്, തങ്ങളുടെ പരിധിയിൽ गैर मुस्लिमों में भी എല്ലാ അഹമ്മദികൾക്കും ये तालीम ഇതിൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകതയുണ്ട്. अपने अपने हल्के എന്തുകൊണ്ടെന്നാൽ ആദ്യം में हर अहमदी को ഇവർ ഒളിഞ്ഞിരുന്ന് കപട ജീവിതം നയിക്കുകയായിരുന്നെങ്കിൽ ഇസ്ലാമിന്റേത് अगर കഠിനകരമായ അധ്യാപനങ്ങളാണെന്ന് ധരിച്ചിരുന്നുവെങ്കിൽ हुए थे ये लोग और निफाक की जिंदगी गुजार रहे थे, ഇപ്പോൾ ഈ വർഗം इस्लाम की പ്രകടമായിക്കൊണ്ട് लेकिन इस्लाम की शिद्दत पसंद ഇസ്ലാമിനെതിരിൽ സംസാരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇതരരെയല്ല, മുസൽമാൻ മുസ്ലിങ്ങളുടെ കഴുത്തറുക്കുന്നു, खुलेआम ऐसी बातें करते हैं। ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്നു. അഹമ്മദികൾക്കെതിരിൽ ഇവയെല്ലാം ഉള്ളതു തന്നെയാണ്. ഒരു ഫിർക്ക മറ്റു ഫിർക്കെതിരിൽ, ഒരു ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പിനെതിരിൽ खिलाफ तो ये सब हैं ही। കൊള്ളയും കൊലയും നടത്തുന്നു. एक फिरका दूसरे फिरके के खिलाफ ഇങ്ങനെയുള്ളപ്പോൾ അഹമ്മദികളുടെ ജോലി വളരെ അധികരിക്കുന്നു. कत्ल वारतगरी कर रहे हैं। ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ऐसे ഓർത്തിരിക്കുക, ആരാണോ നിർബന്ധിക്കുന്നത്, കോപിഷ്ഠനാകുന്നത്, हज़रत मसीह मौऊद അവരുടെ നാവിൽ നിന്ന് നല്ലതും ഹിക്മത്തായതുമായ വാക്കുകൾ ഒരിക്കലും പുറപ്പെടില്ല. ആ ഹൃദയം ഹിക്മത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്നു. आरफ और हिकमत की തന്റെ മുമ്പിലുള്ളവരോട് പെട്ടെന്ന് ആവേശത്തിൽ വന്ന് സ്വയം മറന്നുപോകുന്നു. हिकमत की बातों से महरूम ചീത്ത ബുദ്ധി, നിയന്ത്രണമില്ലാത്ത ചുണ്ടുകൾ നന്മയുടെ നീരുറവയിൽ നിന്ന് നിർഭാഗ്യരായിക്കൊണ്ട് പിന്തള്ളപ്പെടുന്നു. और बेलुगाम के होंठ കോപവും ഹിക്മത്തും രണ്ടും ഒരിക്കലും കൂടിച്ചേരില്ല. ताइफ के चश्मे से പറയുന്നു, കോപത്തിന് അടിമയാകുന്നവരുടെ ബുദ്ധി മന്ദവും കനത്തതുമാകുന്നു. नहीं हो सकते। അവർക്ക് ഒരിക്കലും ഒരു തലത്തിലും വിജയവും സഹായവും ലഭിക്കുന്നതല്ല. मोटी और फैम कुंद കോപം അരഭ്രാന്താണ്. उसको कभी ഇത് കൂടുമ്പോൾ മുഴുഭ്രാന്താകുന്നു. नुसरत नहीं दिए जाते। കോപവും ഭ്രാന്തും ആകുമ്പോൾ जुनून है മനുഷ്യൻ ബുദ്ധി കൊണ്ട് സംസാരിക്കുകയില്ല. तो पूरा जुनून हो सकता है। ഇതാണ് നാം മറ്റുള്ളവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. तो इंसान നമ്മുടെ ഈ എതിരിൽ മൗലവി എല്ലായിടത്തും ഈ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. और यही हम गैरों से में देखते हैं। അവരുടെ ഈ പ്രവർത്തികൾ ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്നവയാണ്. കേവലം നമുക്കെതിരിൽ മാത്രമല്ല, നാം തബ്ലീഗ് ചെയ്യുമ്പോൾ, उसका ये अमल ഇസ്ലാമിന്റെ ശാന്തി സന്ദേശം ലോക ജനങ്ങൾക്ക് എത്തിക്കുമ്പോൾ പറയുന്നു, ഇസ്ലാം വിരുദ്ധ ശക്തികൾ നമുക്കെപ്പോഴും മറുപടി തരുന്നത് ശരിയാണ്, दुनिया को बताते നിങ്ങൾ ശാന്തിയിലാണ്. तो इस्लाम എന്നാൽ ताकतें जो हैं നിങ്ങളെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായി തന്നെ അംഗീകരിക്കുന്നില്ല. कि ठीक है ആയതുകൊണ്ട് നിങ്ങൾക്ക് हो गए ഇസ്ലാമിന്റെ പ്രാതിനിധ്യം വഹിക്കുവാൻ കഴിയില്ല. नहीं समझते। അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്കുള്ള വെല്ലുവിളികൾ इस्लाम की नुमाइंदगी കൂടുതൽ വർദ്ധിക്കുകയാണ്. എല്ലാ അഹമ്മദിക്കും इन हालात में ഇത് സംബന്ധമായി चैलेंज തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. अहमदी को इस बारे അവന്റെ എല്ലാ പണിയും പ്രവൃത്തിയും में जिम्मेदारी का ഇസ്ലാമിന്റെ മാതൃകയായിരിക്കണം. തബ്ലീഗ് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ हर फेल വാക്കും പ്രവൃത്തിയും इस्लाम का ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതായിരിക്കണം. नहीं भी कर रहा തബ്ലീഗിനായി നാം ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ इस्लाम का पैगाम ഹിക്മത്തിനെയും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. फिर तबलीग के लिए हमें അരുളുകയുണ്ടായി, इतरान हो ഹൃദയങ്ങളുടെ ചില ആഗ്രഹങ്ങളും ചായ്വും ഉണ്ടാകാറുണ്ട്. आपने ഇതു കാരണത്താൽ അവ ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുവാൻ തയ്യാറായിരിക്കും.
ചിലപ്പോൾ കേൾക്കുവാൻ തയ്യാറാകാറില്ല. बात सुनने के लिए तैयार ചിലപ്പോൾ മനുഷ്യൻ കാര്യങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്നു, ചിലപ്പോൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് होता है। ഹൃദയങ്ങളിൽ ഈ ചായ്വിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുക. इन मैलानात ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, इस वक्त क्या പിന്നെ അതിനനുസരിച്ച് സംസാരിക്കുക. बात करो। അവർ കേൾക്കാൻ തയ്യാറുള്ളപ്പോൾ തങ്ങളുടെ വസ്തുതകളുടെ അവകാശം സ്ഥാപിക്കുക. बात सुनने के लिए तैयार हो। അതുകൊണ്ട് ഈ ഹിക്മത്തിനെ നാം സ്വീകരിക്കേണ്ടതാണ്. हिकमत को हमें इख्तियार करना। പിന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി, സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംക്ഷിപ്തമായി ആവശ്യമുള്ളത് മാത്രം പറയേണ്ടതാണ്. सोचकर ധാരാളം और मुख्तसर ചർച്ച ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അരുളുകയുണ്ടായി, ചെറിയ പൊടിക്കൈകൾ അവസരത്തിനൊത്ത് പ്രയോഗിക്കുക, നേരെ ചെവികളിൽ പതിയുമാറാകണം. പിന്നെ അവസരം കിട്ടിയാൽ പിന്നെ എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ നിരന്തര സമ്പർക്കമുണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. अब ये बातें സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ उस वक्त हो सकती हैं ദൈവിക നിയമങ്ങളോട് മത്സരിക്കുന്നതിന്, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അധാർമിക വസ്തുതകളെ ധാർമ്മികതയുടെ വൃത്തത്തിൽ കൊണ്ടുവരുന്നതിന് पुराने മതവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ गैर अखलाकी അവരെ നാം बातों को ഹിക്മത്തായ കാര്യങ്ങൾ കൊണ്ടും में लाने की जो वज़ मुखालिफ ताकतें നിരന്തര സമ്പർക്കങ്ങൾ കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും പ്രതിരോധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. हिकमत की बातों और मुस्तकिल राबतों और कोशिश से ही ഇപ്പോൾ ആസ്ട്രേലിയയിൽ उनके रद्द ഒരു വർഗം उनका तोड़ कर सकते हैं। अब ऑस्ट्रेलिया में ഇസ്ലാമിക ശത്രുതയിൽ ഏതുവരെ എത്തിയെന്നാൽ, अगर एक तबका മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളുമായി അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരുമായി ഹസ്തദാനം ചെയ്യുന്നില്ലെങ്കിൽ गया है അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടതാണ്. मर्द औरतों से ഇക്കാര്യത്തിൽ या औरतें मर्दों से ഹിക്മത്തോടുകൂടി തങ്ങളുടെ പരിധിയിൽ എല്ലാ അഹമ്മദികളും പ്രവർത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഹിജാബിന് अपने अपने दायरे में ചിലർ എതിരാണ്. हर अहमदी को काम करना चाहिए। ചില രാജ്യങ്ങളിൽ പള്ളികൾക്കും മിനാരങ്ങൾക്കും എതിരാണ്. ഹോളണ്ടിലെ कुछ लोग खिलाफ हैं, രാഷ്ട്രീയക്കാരുടെ പ്രസ്താവന എല്ലാ മുസ്ലിങ്ങളെയും രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാണ്. खिलाफ हैं या हॉल അല്ലെങ്കിൽ ചില പ്രത്യേക രാഷ്ട്രങ്ങളിലെ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുക. मुसलमानों को ही അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ചില മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ഇവയെല്ലാം अमेरिका के सदर നിസ്സംശയം ഇസ്ലാം വിരുദ്ധ ആലോചനകളുടെ ഫലമാണ്. पाबंदियां लगाना चाहता है। ഈ എല്ലാ കാര്യങ്ങൾക്കും ചില മുസൽമാൻ ഗ്രൂപ്പുകളുടെ बेशक इस्लाम പ്രവർത്തികളാണ് का नतीजा है। ശക്തി പകരുന്നത്. എന്നാൽ കൂടെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം इसको हवा देने वाले ഇവരിൽ ഭൂരിഭാഗത്തിനും അറിവില്ല. लेकिन साथ ही इस्लाम की तालीम की हकीकत भी അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും എവിടെയെല്ലാം ഉചിത രീതിയിൽ സന്ദേശം എത്തിക്കുവാൻ ഉതകുന്ന രീതിയിൽ അംഗസംഖ്യയുള്ള ജമാഅത്തുകളുണ്ടോ, इसलिए हमें തങ്ങളുടെ പാരമ്പര്യ പരിപാടികളോടനുബന്ധിച്ച് है ഏതൊന്നാണോ തബ്ലീഗിനായി कि मौसर पैगाम पहुंचाने का काम कर सकें। ഇസ്ലാം അഹമ്മദിയത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രഭാവം ചെലുത്തുന്ന രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. प्रोग्राम ഈ രാജ്യങ്ങളിൽ के अमन ഇസ്ലാമിനെതിരിൽ पहुंचाने के लिए भी ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇവരുടെ ബലം ഇല്ലാതാക്കുന്നതിന് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ के खिलाफ ശരിയായ രീതിയിലുള്ള പരിശ്രമം ജമാഅത്ത് അഹമ്മദിയാക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. तोड़ने के लिए മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്ന സന്ദേശം എത്തിക്കുന്ന പ്രയത്നം ചെയ്യാൻ കഴിയില്ല. दूसरे मुसलमान इस्लाम की खूबसूरती അവരിൽ അങ്ങനെയുള്ള സംഘടനകളില്ല, അവർക്കറിവില്ല. इसका पैगाम ഈ ജോലി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചേർന്ന് നിൽക്കുന്നവർ മുഖേന ना उनके वसी നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ये काम अब हज़रत मसीह അതുകൊണ്ട് इस्लाम ഇക്കാര്യത്തിന്റെ പ്രാധാന്യതയെ നാം മനസ്സിലാക്കേണ്ടതാണ്. मुकद्दर है। ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഒരിടത്ത് അരുളുകയുണ്ടായി, എത്ര ശക്തിയോടെ അസത്യം സത്യത്തെ നേരിടുന്നുവോ हज़रत मसीह അത്ര തന്നെ സത്യത്തിന്റെ ശക്തി കൂടി വരുന്നു. से അരുളുന്നു, ഇത് പ്രാപഞ്ചിക ദൃശ്യമാണ്. സത്യത്തിന് എത്ര ശക്തിയോടെയുള്ള എതിർപ്പുണ്ടോ അത്ര ശക്തിയോടെ അത് ശോഭിക്കുന്നു, പ്രകാശം പരത്തുന്നു. नजारा है। താങ്കൾ അരുതുന്നു, നാം സ്വയം പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. എവിടെയെല്ലാം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഒച്ചപ്പാടുണ്ടായോ അവിടെ ഒരു ജമാഅത്ത് തയ്യാറായി. कहते हैं कि हमने
खुद आजमा എവിടെയാണോ ജനം നേരിട്ട് കേട്ടിട്ട് നിശബ്ദരായത് അവിടെ കൂടുതൽ പുരോഗതി ഉണ്ടാവുകയില്ല. वहाँ एक जमात അതുകൊണ്ട് ഈ എതിർപ്പ്, മുസ്ലിങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളിലുള്ളിടത്ത് നാം കാണുന്നത് അഹമ്മദിയത്തിന്റെ പ്രചാരം നടക്കുന്നു, പുരോഗതി പ്രാപിക്കുന്നു. जहाँ मुसलमानों की അൾജീരിയയിലും നമ്മുടെ തബ്ലീഗ് കൊണ്ട് ചിലപ്പോൾ ജമാഅത്തിന്റെയും तारुफ हो ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രചാരം ഇത്ര ലഭിക്കില്ലായിരുന്നു എത്രയാണോ ഈ കേസുകൾ കൊണ്ടും പേപ്പറുകളിൽ നമുക്കെതിരെ എഴുതിയത് കൊണ്ടും നമുക്ക് ലഭിച്ചത്. അങ്ങനെ तारुफ ना होता പാവന ഹൃദയങ്ങളിൽ ഇതിന്റെ നല്ല സ്വാധീനമുണ്ടാകുന്നു. में लिखने की वजह से हुआ है। ഇതുപോലെ അമുസ്ലിം രാജ്യങ്ങളിലും ഇസ്ലാമിനെതിരിൽ കാറ്റുള്ളപ്പോൾ നാം കൂടുതലായി അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് ശ്രമിക്കേണ്ടതാണ്. इस्लाम के खिलाफ फजा है, हमें ज्यादा ഞാൻ പറഞ്ഞതുപോലെ अहमदियत ശാന്തി സുന്ദരാധ്യാപനം വ്യാപിപ്പിക്കേണ്ടത് करवाने की कोशिश करनी चाहिए। ആവശ്യമാണ്. ഇതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ എതിർപ്പ് ഒറ്റയടിക്ക് വർദ്ധിക്കുന്നതാണ്. ചിലയിടങ്ങളിൽ ഇങ്ങനെയുള്ള മാതൃക മുന്നിൽ വരുന്നുണ്ട്. पड़ेगी एक तबके में എതിർപ്പ് രൂക്ഷമാകുന്നു. ഇതരിലും ക്രിസ്ത്യാനികളിലും ऐसे नमूने കിഴക്കൻ ജർമ്മനിയിൽ ജമാഅത്തിനെതിരിൽ मुखालफत बढ़ती है സമുദായവാദികൾ പലതും പറയുന്നു. എന്നാൽ कि जर्मनी में നന്മയുടെ അംശമുള്ള ഹൃദയങ്ങളിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചലനമുണ്ടാകുന്നു. बहुत कुछ कहते हैं, ജമാഅത്തിന്റെ പ്രചാരം നടക്കുന്നു. लेख फिर അതുകൊണ്ട് ഇതിൽ നിന്നും നാം ഭയപ്പെടാതെ സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വേഗത കൂട്ടേണ്ടതാണ്. എല്ലാ അഹമ്മദികളും തങ്ങളുടെ മാതൃകയും പ്രവർത്തനവും കൊണ്ട് തബ്ലീഗിന്റെ ഭാഗമാകേണ്ടതാണ്. तेज करना चाहिए, മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, को अपने नमूने और अपने इजहार से ഇസ്ലാമിന്റെ സംരക്ഷണം का हिस्सा बनना चाहिए। हज़रत मसीह मौऊद अलैहिस्सलाम फरमाते हैं कि इस्लाम की हिफाजत और सच्चाई के ज़ाहिर करने के लिए, इस्लाम की हिफाजत और सच्चाई के ज़ाहिर करने के लिए सबसे अव्वल മറ്റൊരു വശം है ഇതിന്റെ തിന്മകളും सच्चे मुसलमान, ഇതിന്റെ നന്മകളും പരിപൂർണതയും പ്രപഞ്ചത്തിൽ വ്യാപിപ്പിക്കുക. और दूसरा पहलू അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. की खूबियों और നാം നമ്മുടെ ജീവിതം ഇതനുസരിച്ച് നയിക്കുന്നവരാകട്ടെ. യഥാർത്ഥ മുസ്ലിങ്ങളുടെ മാതൃകയാകട്ടെ. कमफीक दे എല്ലാവിധ എതിർപ്പുകളുണ്ടായിട്ടും के मुताबिक गुजार ഇസ്ലാമിന്റെ നന്മയും പരിപൂർണതയും सच्चे मुसलमान ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നവരാകട്ടെ. बनने वाले हों, നാം ഓരോരുത്തരും तमाम യഥാർത്ഥ ഇസ്ലാമിന്റെ സംരക്ഷണവും സത്യവും इस्लाम की खूब പ്രകടിപ്പിക്കുന്നവരിൽ ആകട്ടെ. दुनिया में फैलाने वाले बने और हकीकी इस्लाम की हिफाजत और सच्चाई जाहिर करने वालों में से हम നമസ്കാരത്തിന് ശേഷം एक बन जाए। ചില ജനാസകൾ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യ ജനാസ ഗായിബ് ബഹുമാന്യ ആദരണീയ के बाद മൗലാന ഹക്കീം മുഹമ്മദ്ദീൻ സാഹിബ് ഖാദിയാന്റേതാണ്. पहला जना അദ്ദേഹം ബഹുമാന്യ അസീസുദ്ദീൻ സാഹിബിന്റെ മകനായിരുന്നു. 15 മാർച്ച് 2017 97 വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ ഹദരത്ത് ഹക്കീം മൗലവി വസീറുദ്ദീൻ സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. इनके दादा 313 സഹാബാക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാം തന്റെ 2 ഗ്രന്ഥങ്ങൾ ആയിനയെ കമാലാത്തെ ഇസ്ലാം, റമീമ അഞ്ചാമെ ആദമിൽ ചേർത്തിട്ടുള്ളതാണ്. मसीह अलैहिस्सलाम ने अपनी 2 कुतुब ഹദരത്ത് ഹക്കീം इस्लाम और ज़मीन जामे आतम में दर्ज फरमाया हुआ മൗലവി വസീറുദ്ദീൻ സാഹിബ് കാങ്കടയിൽ ഒരു മദ്രസയുടെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1905 കാങ്കടയിൽ ഭയാനക ഭൂകമ്പമുണ്ടായപ്പോൾ അദ്ദേഹവും മദ്രസയിലെ വിദ്യാർത്ഥികളും അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായി. जो खौफनाक ज़िला आया था ഹക്കീം മുഹമ്മദ്ദീൻ സാഹിബ് മർഹൂം तलबा मुइज़ाना तौर ജൂൺ 1920 മുക്കേരിയ ഹോഷിയാർപൂർ ജില്ലയിൽ ജനിച്ചു. हकीम मोहम्मद മെട്രിക്കിന്റെ പരീക്ഷ ലാഹോറിൽ എഴുതി. ഇന്റർ പരീക്ഷ കാദിയാനിൽ നിന്ന് പാസ്സായി. മുൻഷി ഫാസിൽ ഡിഗ്രി സമ്പാദിച്ചു. 2 വർഷം ലാഹോർ കോളേജിൽ വിദ്യാഭ്യാസം നടത്തി. അവിടുന്ന് ഹക്കീം ഹാസിഖ് ബിരുദം നേടി. 2 साल 1939 മുതൽ 40 വരെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റേഷൻ മാസ്റ്ററായി കൊണ്ട് ജോലി ചെയ്തു. പിന്നെ 1943 ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹുവിന്റെ ആഹ്വാനമനുസരിച്ച് ജീവിതം വഖഫ് ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകി. ആ സമയത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അരുളുകയുണ്ടായി, ज़िंदगी की दरख्वास्त थी। ജോലി തുടരുക, उस वक्त തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഖുതുബ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം വഖഫ് ചെയ്ത് പൂർണ്ണമായും മുബല്ലിഗായി ജോലി ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ അവസാനം ഈ ആഗ്രഹമനുസരിച്ച് തുടരെ
ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് എഴുതിക്കൊണ്ടിരുന്നതിനാലും ആ സമയം വന്നെത്തി. ഇദ്ദേഹത്തെ മുബല്ലിഗായി എടുക്കുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തെ ബോംബെയിൽ മുബല്ലിഗ് ഇൻചാർജാക്കി. ഇദ്ദേഹം ആദ്യം മുബല്ലിഗ് അബ്ദുറഹീം നയ്യർ സാഹിബിന്റെ കീഴിൽ സഹായിയായിക്കൊണ്ട് ജോലി ചെയ്തു. പിന്നെ മുബല്ലിഗ് ഇൻചാർജാക്കി. മൊത്തം 29 വർഷം തബ്ലീഗ് മൈതാനത്ത് സേവനമനുഷ്ഠിച്ചു. 1972 അവസാനം ഖാദിയാൻ മർക്കസിലേക്ക് വിളിക്കപ്പെട്ടു. ഇവിടെ ആദ്യം മദ്രസ അഹമ്മദിയായിൽ അധ്യാപകനായി. പിന്നീട് 12 വർഷം ഹെഡ്മാസ്റ്റർ മദ്രസ അഹമ്മദിയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടി. നാസിം ദാറുൽ ഖസ, സദർ മജ്ലിസ് അൻസാറുള്ള ഭാരത്, മെമ്പർ മജ്ലിസ് കാർപർദാസ് എന്ന നിലയിലും സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. നാസിം വഖഫ് ജദീദും ആയിരുന്നു. 2011 ഇദ്ദേഹത്തെ സദർ അഞ്ജുമൻ അഹമ്മദിയ ആയി നിയമിച്ചിരുന്നു. 2014 വരെ ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഈ രീതിയിൽ വളരെ വിശാലമായ കാലഘട്ടമാണ് ഇദ്ദേഹത്തിന്റെ സേവനത്തിന്റേത്. ധാരാളം വർഷങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇദ്ദേഹത്തിന് ഹജ്ജ് ബദലായിക്കൊണ്ട് ബൈത്തുള്ളായുടെ ഹജ്ജിനുള്ള തൗഫീഖും കിട്ടിയിരുന്നു. വിശുദ്ധ ഖുർആന്റെ പാരായണം നല്ല രീതിയിൽ ചെയ്തിരുന്നു. ശബ്ദം ഉച്ചത്തിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ വസിയത്ത് ആദ്യം 10-1 പിന്നെ 7-1, പിന്നെ 5-1 മൂസിയായിരുന്നു. വളരെ നിഷ്കളങ്ക മനുഷ്യനായിരുന്നു. വിനയത്തോടെ നിഷ്കളങ്കതയോടെ എപ്പോഴും സേവനം ചെയ്തിരുന്നു. തന്നിൽ നിന്നും വളരെ താഴെയുള്ളവരുടെയും കീഴിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. പൂർണ്ണ അനുസരണത്തോടെ ഇദ്ദേഹം തന്റെ ജൂനിയർ മുറബികളുടെ കീഴിൽ ജോലി ചെയ്തു. അള്ളാഹു പരേതിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും ഇപ്പോൾ 3 പെൺകുട്ടികൾ പാകിസ്ഥാനിലാണ്, 3 പേർ ഭാരതത്തിലാണ്, 2 ആൺകുട്ടികളാണ്. ജമാഅത്തിന്റെ സേവനം അനുഷ്ഠിക്കുന്നു. അള്ളാഹു അവർക്കും വിനയത്തോടും കൂറോടും കൂടി ബൈഅത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റാനും സേവനം ചെയ്യുന്നതിനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ആദരണീയ ഫസലില്ലാഹി അൻവർ സാഹിബ് മാസ്റ്റർ മുഹമ്മദ് അലി സാഹിബിന്റെ മകനായിരുന്നു. 4 മാർച്ച് 2017 90-ാം വയസ്സിൽ ജർമ്മനിയിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 16 ഏപ്രിൽ 1927 ഢേരയിൽ ജനിച്ചു. 1940 ഖാദിയാനിൽ നിന്ന് FSC പാസ്സായി. 1947 തന്നെ വഖഫിനായി സമർപ്പിച്ചു. പിന്നെ BScക്ക് പ്രവേശനം നേടി. 1950 ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ നിന്ന് BSc ചെയ്തു. 1951 ജാമിയത്തുൽ മുബശ്ശിരീനിൽ പ്രവേശനം നേടി. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ പരമ്പര വളരെ നീണ്ടതാണ്. 1954 മുബല്ലിഗായി ഖാനയിൽ അയച്ചു. 1960 വരെ അവിടെ നിന്നു. 1960 മുതൽ 64 വരെ ജാമിയ അഹമ്മദിയ റബുവയിൽ ഉസ്താദായിരുന്നു. 64 മുതൽ 67 വരെ പടിഞ്ഞാറൻ ജർമ്മനിയിൽ മുബല്ലിഗായിരുന്നു. പിന്നെ 68 മുതൽ ആഫ്രിക്കയിൽ നൈജീരിയയിൽ അയക്കപ്പെട്ടു. 72 വരെ അവിടെയായിരുന്നു. 72 വീണ്ടും ജർമ്മനിയിൽ വന്നു. 79 സെക്രട്ടറി ഹദീഖത്തുൽ മുബശ്ശിരീനിൽ ജോലി ചെയ്തു. 'അഡീഷണൽ നാസർ ഇസ്ലാം ഷാ താലിമുൽ ഖുർആനുമായി നിയോഗിക്കപ്പെട്ടു. 1982 ഗാംബിയ മുബല്ലിഗായി. 1983 വരെ അവിടെയായിരുന്നു. പിന്നെ നൈജീരിയയിൽ സ്ഥലം മാറ്റപ്പെട്ടു. 86 വരെ അവിടെയായിരുന്നു. 1986 തിരിച്ച് പാകിസ്ഥാനിൽ പോയി. ജാമിയ അഹമ്മദിയായിൽ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടുള്ള തൗഫീഖ് കിട്ടി. പിന്നെ 1988 താങ്കളുടെ നിയമനം വക്കാലത്ത് തസ്നീഫിലായി. ഇതിനുശേഷം റിട്ടയർമെന്റായി.
1988 में आपका तकर्रुर फिर वकालत तसनीफ में हुआ। 1988 तक അതിനുശേഷം അദ്ദേഹം ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിലും 1974 അവസ്ഥക്ക് ശേഷം താങ്കൾ അവിടെ അഹമ്മദികളെ അവിടെ കൊണ്ടുവരുന്നതിനും जर्मनी में भी 1974 के हालात के बाद അവർക്ക് आपने वहाँ എമിഗ്രേഷൻ വാങ്ങിക്കൊടുക്കുന്നതിനും अहमदियों को വളരെയധികം പരിശ്രമിക്കുകയുണ്ടായി. ഇതിനെ ഖലീഫത്തുൽ മസീഹ് സാലിസ് വളരെ പ്രശംസിക്കുകയുണ്ടായി. और അവിടെ താമസിക്കുന്ന ചില പഴയ അഹമ്മദികളും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഇർഫാൻ ഖാൻ സാഹിബിനെ പോലുള്ളവർ. और जो पुराने ഒരു പിതാവിനെ പോലെ അദ്ദേഹം ഞങ്ങളെ അവിടെ വയ്ക്കുകയുണ്ടായി. അന്നത്തെ അവസ്ഥകൾ നല്ലതായിരുന്നില്ല. ജമാഅത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായിരുന്നു. ഏതുവരെ ജാഗ്രത പുലർത്തിയിരുന്നുവെന്നാൽ ഞങ്ങൾ വെള്ളം പാഴാക്കാതിരിക്കുവാൻ വേണ്ടി ഒന്നു ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പിന്നിൽ വന്ന് നിന്നിരുന്നു. അങ്ങനെ യുവാക്കളെ, ആ സമയത്ത് ഭൂരിഭാഗവും യുവാക്കളായിരുന്നു, ജമാഅത്തിനോട് ചേർത്ത് നിർത്തി खड़े हो जाएगा। അവരുടെ ശിക്ഷണവും നടത്തിയിരുന്നു. വളരെ സംതൃപ്തനായിരുന്നു. उस वक्त जब नौजवानी अक्सरियत नौजवानों की आई थी वहाँ, उनको आपने बाकायदा അള്ളാഹു പരേതന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ और उनकी तरबियत भी करते रहे। बड़े कनात पसंद സന്താനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തുവാനുള്ള തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. ഇദ്ദേഹം इनकी औलाद को भी ദർവേഷുമാരുടെ വിവിധ അവസ്ഥകളെക്കുറിച്ച് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. इन्होंने दरवेशान के मुख्तलिफ खसूसियात पे बाज़ कुतुब भी മൂന്നാമത്തെ ജനാസ ഇബ്രാഹിം ബിൻ അബ്ദുള്ള സോൻ സാഹിബ്. तीसरा जनाजा है इब्राहिम ജമാലോ സോൻ സാഹിബ് ഇദ്ദേഹത്തിന്റെ പിതാവാണ്. 10 മാർച്ച് 2017 जमाल 81 വയസ്സിൽ വഫാത്തായി. ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. मार्च 2017 को ഇദ്ദേഹം 2000 ബൈഅത്ത് ചെയ്തിരുന്നു. उम्र में इनकी ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് മുൻപേ ബൈഅത്ത് ചെയ്തിരുന്നു. लहराजून ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇദ്ദേഹത്തെ ബൈഅത്തിനായി പ്രേരിപ്പിച്ചത്. മിക്കവാറും MTA കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. पहले बैत की നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ, വിശുദ്ധ ഖുർആനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. മുഴു കുടുംബാംഗങ്ങളോടും കരുണയോടും ആർദ്രതയോടും കൂടി പെരുമാറിയിരുന്നു. വിനയാന്വിതനായിരുന്നു. सब കുട്ടികളുടെ ശിക്ഷണത്തിൽ ഒരിക്കലും കാഠിന്യം പ്രവർത്തിച്ചിരുന്നില്ല. എപ്പോഴും കുടുംബത്തെ ഐക്യത്തോടെ നിലനിർത്തിയിരുന്നു. എപ്പോഴും സമാധാന ശ്രമങ്ങളിൽ മുഴുകിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ തന്റെ വ്യാപാരത്തിൽ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കായി ശ്രമിച്ചിരുന്നു. അതിഥി സൽക്കാരം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഗുണമായിരുന്നു. ജമാഅത്തി അതിഥികൾ വരുമ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. मेहमान नवाजी इनके खास वक्त യുവത്വം മുതൽ जमाती സത്യസന്ധതയിൽ പ്രസിദ്ധനായിരുന്നു. ഏതുവരെ എന്നാൽ ആരുടെ അടുത്താണ് ജോലി ചെയ്തിരുന്നത് അയാൾ തന്റെ മുഴുവൻ വ്യാപാര സാധനങ്ങളും സമ്പത്തും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ईमानदारी में मशहूर ഇതിൽ കൂട്ടുവ്യാപാരികൾ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നു. करते थे। वो अपना सारा सामान तिजारत അവസാന വയസ്സിൽ രോഗാവസ്ഥയിൽ തുടരെ നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവിയിൽ ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും സഹനവും നൽകട്ടെ. ഖിലാഫത്തിനോടും ജമാഅത്തിനോടും ചേർത്ത് നിർത്തട്ടെ. यकीन को भी सब्र और हौसला अता फरमाए और खिलाफ और जमात से वाबस्ता रखे। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु वमन युद्लिल फला हादिय लहु वनशहदु अन ला इलाहा इल्लल्लाह वनशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु इबादल्लाहि रहिमकुमुल्लाह इन्नल्लाह यअमुरु बिल अदलि वल इहसान व इताइ ज़िल क़ुर्बा
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.